നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. അതായത് NTPCയുടെ റിവിഷൻ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള റിവിഷൻ വിത്ത് ഫാക്കൽറ്റി എന്ന് പറഞ്ഞ സെഷൻ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇതിനൊരു സെഷൻ 1 കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ അത് കാണുക കേട്ടോ. അത് കണ്ടതിന് ശേഷം മാത്രം സെഷൻ 2 ആയിട്ടുള്ള ഈ സെഷനിലേക്ക് വരിക. അതിന്റെ കാരണം എന്താണെന്നല്ലേ, ആ സെഷനിൽ വ്യക്തമായിട്ട് ഇതിഹാസ മാഷ് പറയുന്നുണ്ട് എന്താണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഈ ടോപ്പിക് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ക്വിസിലൂടെ എങ്ങനെ ക്വിക്കായിട്ട് റിവിഷൻ ചെയ്യാം. സോ ബേസിക്കലി 10 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യന്റെ ക്വിസിലൂടെ അല്ലെങ്കിൽ 10 മാർക്കുള്ള ഒരു ടോപ്പിക് ക്വിസിലൂടെ ആ ടോപ്പിക് കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഈ വീഡിയോനുള്ളത്. സിമ്പിൾ ആണ്. സോ നമ്മൾ ക്വിസ് ചെയ്യുന്നു, അതിലൂടെ എന്താ പറയാ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഉദ്ദേശം. വേറെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും. സോ സെഷൻ 1 കാണുക. അതിനകത്ത് മൗര്യൻ എംപയർ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ക്വിസിലൂടെ റിവിഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ സോയിൽസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് റിവൈസ് ചെയ്യാനാണ്. ഒരു 10 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസിലൂടെ അല്ലെങ്കിൽ ആ 10 മാർക്കിന്റെ ക്വിസിലൂടെ ഈ പറയുന്ന ടോപ്പിക് മൊത്തം റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ക്വിക്ക് റിവിഷൻ ആണ്. സോ ക്വിസിലൂടെ ക്വിക്ക് റിവിഷൻ എന്ന് പറയുന്ന ഈ RWF റിവിഷൻ വിത്ത് ഫാക്കൽറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഒരു എക്സ്പെർട്ട് ലെവലിൽ നമുക്ക് എങ്ങനെ അറിഞ്ഞുകൊണ്ടും ടോപ്പിക് അറിയാതെയും എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ സീരീസിന്റെ ഉദ്ദേശം എന്താ, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് പക്കയാക്കുക. അതായത് RRB പോലുള്ള ഒരു പരീക്ഷയ്ക്ക്, ഒരു മത്സര പരീക്ഷയ്ക്ക് എന്താണ് നിങ്ങൾക്ക് എത്ര മാർക്കാണുള്ളത്? 100 ക്വസ്റ്റ്യന് 90 മിനിറ്റാണ് ഉള്ളത്. പക്ഷേ മാത്സിനും റീസണിങ്ങിനും സമയം കൂടുതൽ വേണ്ടത് കൊണ്ട് ജനറൽ അവയർനെസ് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതിനുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ ക്വിസിലൂടെ പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ക്വിസ് വെച്ചിട്ട് വേഗത്തിൽ റിവൈസ് ചെയ്യുക. ഓൾറെഡി പഠിച്ച കാര്യങ്ങളാട്ടോ ഈ ക്വിസ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ടോപ്പിക്സ് ക്വിസിലൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ റിവിഷൻ ആണ് ഈ ക്വിസ് ബെസ്റ്റ്. നമ്മൾ പല സ്റ്റഡി പ്ലാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ നമ്മൾ ജനറൽ അവയർനെസിന്റെ വീഡിയോസ് 10 ക്വസ്റ്റ്യന് 9 മിനിറ്റ് കിട്ടുമെങ്കിലും ജനറൽ അവയർനെസിന്റെ ഈ പറയുന്ന പോലെ ക്വിസുകൾ ചെയ്യാൻ ഏകദേശം 7 മിനിറ്റ് നമ്മൾ എടുക്കുക. അതും കുറച്ച് 6 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ആക്കുന്നതാണ് നല്ലത്. കാര്യം ജനറൽ അവയർനെസ് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ ഉത്തരം കിട്ടണം. അതിനുള്ള എളുപ്പവഴികൾ എന്തൊക്കെ നോക്കാം. അടുത്തൊരു ഗുണം എന്താ, എങ്ങനെ MCQ സോൾവ് ചെയ്യാം, എലിമിനേഷൻ ടെക്നിക്ക്, കോമൺ സെൻസ്, അതുപോലെ അങ്ങനെ എന്തെല്ലാം ട്രിക്സ് വെച്ചിട്ട് നമുക്ക് MCQ സോൾവ് ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്ക് ഈ സെഷനിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ കിട്ടുന്നത് ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക്, എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് മാത്രം നമ്മൾ കവർ ചെയ്യുള്ളൂ ഈ ഒരു സെഷനിൽ. മോഡേൺ എംപയർ കഴിഞ്ഞു, ഇപ്പൊ സോയിലായി, ഇനി പല സെഷൻസ് ഇതുപോലെ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെഷൻസ് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇത് വർത്തിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മൾ ഇങ്ങനെയുള്ള സെഷൻസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരും. സോ കുറച്ച് നേരം കൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ടോപ്പിക് മൊത്തം കവർ ചെയ്യാം. അതിന്റെ പല ഡയമെൻഷൻസും, ഈ 10 ചോദ്യവും ഒരുപോലത്തെ ചോദ്യമല്ല, ഒരു ടോപ്പിക്കിന്റെ പല ഡയമെൻഷൻസും കവർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരു പരീക്ഷയ്ക്ക് 7 മിനിറ്റ് എടുക്കുന്ന പോലെ ഒരു 7 മിനിറ്റിന് ടൈമർ ഇട്ടിട്ട് ഈ 10 ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, എങ്ങനെ ആയിരിക്കണം നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്? അറിയില്ലെങ്കിൽ അറിയില്ല, അറിയാവുന്ന എങ്ങനെ ചെയ്യാം, ഞാൻ പഠിച്ചത് എനിക്ക് അറിയാവുന്ന എങ്ങനെ ചെയ്യാം. ഓക്കെ, ഒരു ബേസിക് ഐഡിയ ഉള്ള ആൾക്കാർ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഇനി പഠിക്കാത്തവനാണ്, എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല, എന്നാലും ചെയ്യാനുള്ള ഐഡിയകൾ നമുക്ക് നോക്കി പോവാം. ഓക്കെ, സോ നമുക്ക് നേരെ സെഷനിലേക്ക് കിടക്കാം. അത് നമുക്ക് ടൈമർ ഇടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു, ഇനി നമുക്ക് ടൈമർ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, നമ്മൾ 7 മിനിറ്റിന് ടൈമർ ഇട്ടിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ ചെയ്ത് നോക്കാൻ പോവാണ്. ക്വസ്റ്റ്യൻ വായിക്കരുത്, 7 മിനിറ്റ് ഓൺ ആക്കുമ്പോഴേ വായിക്കാൻ തുടങ്ങാമോളൂ. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ടൈമർ ഓൺ ആക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ബ്ലാക്ക് സോയിൽ? അപ്പൊ സോയിലുകളിൽ പെട്ട ഒരു മേജർ സോയിൽ ആണ് ബ്ലാക്ക് സോയിൽ. ഇതിൽ ഏതാണ് ശരി എന്ന് വെച്ചിട്ടുള്ളത്? ലീസ്റ്റ് ഫെർട്ടൈൽ ആണോ? അത്ര കണ്ട് പിടുത്തമില്ലാന്ന് വിചാരിക്കും. ലീസ്റ്റ് ഫെർട്ടൈൽ ആണോ അറിയില്ല. ഇറ്റ് കവേഴ്സ് മോസ്റ്റ് ഓഫ് ഡെക്കാൻ പ്ലേറ്റിലാണ് അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, അതും അറിയില്ലെങ്കിൽ. ഇറ്റ് കവേഴ്സ് നോർത്തേൺ ഗാൻജറ്റിക് പ്ലെയിൻ, അതായത് ഒന്നെങ്കിൽ ഡെക്കാൻ പ്ലേറ്റു അല്ലെങ്കിൽ ഗാൻജറ്റിക് പ്ലെയിൻ. ഓക്കെ, ഇതിൽ ഏതിൽ പറഞ്ഞാൽ പറ്റുള്ളൂ? ബ്ലാക്ക് സോയിൽസ് ആർ റിച്ച് ഇൻ ഫോസ്ഫറസ് ആൻഡ് നൈട്രജൻ. ഓക്കെ, ഫോസ്ഫറസ് നൈട്രജൻ ലീസ്റ്റ് ഫെർട്ടൈൽ ആണോ? സോ ഒന്നെങ്കിൽ ഫെർട്ടൈൽ അല്ലെങ്കിൽ ലീസ്റ്റ് ഫെർട്ടൈൽ, രണ്ടും ഒരുമിച്ച് വരില്ല. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡെക്കാൻ പ്ലേറ്റു അല്ലെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. നമുക്ക് ഇതിനകത്ത് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയിലെ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ്, പൊതുവെ ഇന്ത്യയിലെ സോയിലുകൾക്ക് നൈട്രജനും ഫോസ്ഫറസിന്റെ ഫെർട്ടിലിറ്റിയും കുറവാണ് ഇന്ത്യയിൽ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂറിയ ഉപയോഗിക്കുന്നത്. നൈട്രജൻ കുറവായത് നമ്മൾ യൂറിയ ഉപയോഗിക്കുന്നു, പൊട്ടാഷ്യം കുറവായത് നമ്മൾ ഫാക്ടം ഫോസ് ഉപയോഗിക്കുന്നു. നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ, ഫാക്ടം ഫോസ് ഉപയോഗിക്കുന്നു. ഫോസ്ഫറസ് കുറവായതുകൊണ്ട് യൂറിയ കുറവായതുകൊണ്ട് നൈട്രജൻ ഉപയോഗിക്കുന്നു. സോ ഇത് രണ്ടും റിച്ച് ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അതെന്തായാലും തെറ്റാ. ഓക്കെ, പിന്നെ ഇത് എവിടെയാന്ന് അറിയണം. ഒന്നെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ഗാൻജറ്റിക് പ്ലെയിൻ അല്ലെങ്കിൽ ഡെക്കാൻ പ്ലേറ്റ്.
സോ സോയിലുകളുടെ മാപ്പ് അറിയാമെങ്കിൽ മാത്രമേ ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, ഏത് മാപ്പ് അറിയാവുന്നവർക്ക് അല്ലെ. തൽക്കാലം ഞാനിത് വിടുന്നു, എനിക്ക് മാപ്പ് അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൾട്ടിവേറ്റ് റെഡ് സോയിൽ ബിക്കോസ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്താ, റെഡ് സോയിൽ എവിടെയാന്നല്ല ചോദിച്ചേക്കുന്നത്. ഇതിനകത്ത് ഫെർട്ടിലിറ്റി കുറവായത് കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ കൾട്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിന് കാരണം എന്താ, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ലോ ആണ്. അപ്പൊ ഫെർട്ടിലിറ്റി പൊതുവേ കുറയും, അതാവാം. ഹൈലി കണ്ടാമിനേറ്റഡ് ആണ്. ഒരു സോയിൽ കണ്ടാമിനേറ്റഡ് ആവോ? ഇല്ല. കാര്യം നമ്മൾ സോയിൽ പഠിക്കുന്നതിന്റെ പ്യൂറസ്റ്റ് ഫോം നമ്മൾ പഠിക്കുന്നത്. അത് കണ്ടാമിനേറ്റഡ് ആവുന്ന ഓരോ സ്ഥലങ്ങൾ വെച്ച് കണ്ടാമിനേറ്റഡ് ആവാം. അതിന്റെ അടുത്തൊരു ഫാക്ടറി ഉണ്ടെങ്കിൽ കണ്ടാമിനേറ്റഡ് ആവാം, അത് പൊല്യൂട്ടർ ആണെങ്കിൽ കണ്ടാമിനേറ്റഡ് ആവാം. മൊത്തത്തിൽ റെഡ് സോയിൽ എന്ന് പറയുന്നത് എല്ലാം കണ്ടാമിനേറ്റഡ് ആണെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് അവിടെ കൾട്ടിവേഷൻ ഇല്ലാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. സോ അതും നമുക്ക് കളയാം. ഓക്കെ. പിന്നെ ബയോളജിക്കൽ കമ്പോണന്റ് ഈസ് നോട്ട് മിക്സ്ഡ്, അതും പറയാൻ പറ്റില്ലല്ലോ. അത് ഫോറസ്റ്റ് ഉള്ള ഏരിയ ആണെങ്കിൽ ബയോളജി ഉണ്ടാവും, അല്ലെങ്കിൽ ആ ജീവജാലം ഉള്ളതാണെങ്കിൽ അതും പറയാൻ പറ്റില്ല, അതും കളഞ്ഞു. റെഡ് ഇൻ കളർ ആണോ? ചിലപ്പോ റെഡ് സോയിൽ റെഡ് കളർ ആണ്, അതുകൊണ്ടാണോ ഫെർട്ടിലിറ്റി ഇല്ലാത്ത? ഒരു കളർ മാറ്റമുള്ളതുകൊണ്ട് ഫെർട്ടിലിറ്റി മാറോ? സാധ്യത കുറവാ. കളർ ഇപ്പൊ ഏതായാലും എന്താ, ഫെർട്ടിലിറ്റിക്ക് വേണ്ട സാധനം ഉണ്ടായാൽ പോലെ. അപ്പൊ അതും കളയാം. സോ ഇവിടെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ലോ ആണെങ്കിൽ ഫെർട്ടിലിറ്റി കുറയും, കൾട്ടിവേറ്റ് ചെയ്യാൻ കുറയും. സോ ഇതിന്റെ ആൻസർ നമുക്ക് എ ആയിട്ട് എടുക്കാം. അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ വി ട്രാവൽ അക്രോസ് ദ കൺട്രി സൈഡ് we see red soil in many region. What is the reason for this color? കളറിന് കാരണം എന്താ? റെഡ് സോയിലിന്റെ കളറിന് കാരണം എന്താ? ഹ്യൂമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീർണിച്ചുണ്ടാവുന്ന സാധനമാണ്. അതെന്തായാലും റെഡ് കളർ അല്ല, അത് പോയി. മഗ്നീഷ്യത്തിനും നൈട്രജനും ചുവന്ന കളറുള്ളതായിട്ട് നമുക്ക് അറിയില്ല. ആ സമയത്ത് ഫെറസ് ഓക്സൈഡ്, തുരുമ്പ് പിടിക്കുന്ന അവസ്ഥ, ഏകദേശം റെഡ് കളർ അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ, ഇതൊന്നും ആവാൻ സാധ്യതയില്ല. ഞാനൊരു ഗസ് എടുത്തു, ഇത് റെഡോ ഫെറിക് ഓക്സൈഡ്, അയണിന്റെ ഓക്സൈഡ് ആയിരിക്കും കാരണം എന്നുള്ള രീതിയിൽ എടുത്തു. സാധ്യത കൂടുതലല്ലേ? കൂടുതലാണ്. സോ അതും ഞാൻ ഡി എന്ന് കുത്തി. ഓക്കെ. അടുത്തത്, വിച്ച് സോയിൽ ഈസ് വെൽ നോൺ ഫോർ കപ്പാസിറ്റി ടു ഹോൾഡ് മോയ്സ്ചർ. മോയ്സ്ചർ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി കൂടുതലുള്ള ആള്. സോ ഒരു സോയിലിന്റെ ഫീച്ചറാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ലൊക്കേഷൻ ഒന്നല്ല, സോയിലിന്റെ ഫീച്ചർ. നല്ലോണം പഠിച്ചവർക്ക് മാത്രമേ ഫീച്ചർ അറിയുണ്ടാവുള്ളൂ. സോ ഇതിൽ ഏതാണ്? ഒരു പിടുത്തവും ഇല്ല. ഓക്കെ. എറിഡ് ഡെസേർട്ടിലാന്നറിയാം, ഡെസേർട്ട് അല്ല. വേറെ ഏതാ? ഒരു പിടുത്തവും ഇല്ല. സോ ഞാൻ വിട്ടു. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ലൊക്കേഷൻ അറിയാമെങ്കിൽ വളരെ എളുപ്പ. അതായത് ഇന്ത്യയുടെ മാപ്പിൽ ഓരോന്നും എവിടെയാണെന്ന് അറിയാമെങ്കിൽ വളരെ എളുപ്പ, അല്ലെങ്കിൽ പാടാ. അല്ലെ? ഓരോന്നും എവിടെയാണെന്ന് അറിയാമെങ്കിൽ എളുപ്പ, അല്ലെങ്കിൽ പാടാ. ഓക്കെ. ഈസി ക്വസ്റ്റ്യൻ ആണ്. മാപ്പ് അറിയാമെങ്കിൽ ചെയ്യാം, അറിയില്ല, ഞാൻ അതും വിട്ടു. ഡാഷ് ഈസ് ദ പാരന്റ് മെറ്റീരിയൽ ഫോർ ഫോർമേഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് സോയിൽ. ഒരു സോയിൽ ഉണ്ടാവണമെങ്കിൽ അതിന്റെ ആദ്യമ രൂപം എന്ത്? പാരന്റ് മെറ്റീരിയൽ എന്ത്? തുടക്കം എവിടുന്നാ? എല്ലാത്തിന്റെ തുടക്കം എവിടുന്നാ? ഭൂമി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഭൂമി സാൻഡ് ആണോ? അല്ല. ഭൂമി എന്താ? സോയിൽ ഓർ സാൻഡ് ബൈ വാട്ടർ ആണോ? അല്ല. വെള്ളം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. മണ്ണുണ്ടാവണമെങ്കിൽ. വെള്ളം ഇല്ലാത്തടത്തും മണ്ണുണ്ട്. സോ ആദ്യത്തെ രൂപം വെള്ളമാണെന്നുണ്ടോ? അല്ല, അതുമല്ല. സെഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ കഷ്ണങ്ങൾ. ഈ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവണമെങ്കിൽ വലുതായിട്ടുള്ള എന്തോ വേണ്ടേ? സോ എന്തോ ഒരു വലിയ സാധനം പൊടിഞ്ഞാണ് എന്തായാലും മണ്ണുണ്ടാവുന്നത്, അത് ഉറപ്പാ. സോ ഇതിൽ ഏറ്റവും വലുത് റോക്ക് ആയതുകൊണ്ട് ഞാൻ അതും ബാക്കി എല്ലാം എലിമിനേറ്റ് ചെയ്തു. ഇതാണ് എലിമിനേഷൻ. ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്തു, റോക്ക് എടുത്തു. സോ ഇതിന് ആൻസർ സി എന്നിട്ടു. ഓക്കെ ആണേ? അതും എനിക്ക് കിട്ടി. കരേവ എന്ന് പറയുന്ന സോയിൽ എവിടെയാ ഉള്ളത്? ഞാൻ മര്യാദക്ക് NCERT പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മര്യാദക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഈസി ക്വസ്റ്റ്യൻ ആണ്, ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. പഠിക്കാത്തതുകൊണ്ട് എനിക്ക് വിടാതെ രക്ഷയില്ല, അറിയില്ല. അത് എവിടെ വേണമെങ്കിലും ആവാം. ഓക്കെ. നമ്മൾ തമിഴ്നാട്, ഒഡീഷ, ചോട്ടാനാഗ്പൂർ, അതുപോലെ മേഘാലയ എന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഏത് സോയിലാ കാണുന്നത്? മാപ്പ് അറിയാവുന്നവർക്ക് വളരെ ഈസി, അറിയാത്തവർക്ക് ബുദ്ധിമുട്ടാണ്. ഞാനതും വിട്ടു, ഞാൻ മാപ്പ് പഠിച്ചിട്ടില്ല. അടുത്തത്, ലീസ്റ്റ് പോറസ് ആയിട്ടുള്ളത് എന്ത്? പോറസ് എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുതൽ കടന്നു പോകുന്നത്, അതായത് ഊട്ടകൾ ഇല്ലാത്തത്, വെള്ളം കടന്നു പോകാനുള്ള ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇല്ലാത്തത് ഏത്? സാൻഡി സോയിൽ. മണൽ എന്തായാലും കൂടി കിടക്കുമ്പോൾ ഫുൾ ഓട്ടകളായിരിക്കും, അല്ലെ? വെള്ളം ഇറങ്ങിപ്പോവും. അപ്പൊ അതല്ല, ലീസ്റ്റ് അല്ലേ വെച്ചാണ് ഏറ്റവും കുറവ്. സിൽട്ട് എന്ന് പറഞ്ഞാലും മണലിന്റെ ഒരു ചെറിയ രൂപമാണ്. ഇത് ഒരുമിച്ച് കിടന്നാലും വെള്ളം ഇറങ്ങിപ്പോവും. ആ സമയത്ത് ചെളി കൂടി കിടക്കുന്നത്, ക്ലേ ഇങ്ങനെ കൂടി കിടന്നാൽ അതിനുള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിപ്പോവാൻ എളുപ്പമാണോ? പാടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്ലൈമും ചെളിയും ക്ലേയും വെള്ളം ഇറങ്ങിപ്പോവാൻ എളുപ്പമാണോ? പോറ് കുറവല്ലേ? സ്വാഭാവികമായിട്ടും ആൻസർ സി ആണ്. ഞാൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എലിമിനേറ്റ് ചെയ്തും ആൻസറിൽ എത്താം. ഇതിന്റെ ഉത്തരം സി ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഓൾഡ് അലൂവിയൽ സോയിൽ. അപ്പൊ ഓൾഡും ന്യൂ ഉണ്ട്, അതും എനിക്ക് അറിയില്ല. പഠിച്ചാലല്ലേ അറിയുള്ളൂ. NCERT-യിലും ഉള്ളതാണ്, അല്ലെ? നമ്മുടെ ക്ലാസ്സുകളിലും പഠിപ്പിച്ചതാണ്. അപ്പൊ അതും അറിയില്ല, ഞാൻ അതും വിട്ടു. സോ 10 ക്വസ്റ്റ്യൻ ഞാൻ എഴുതി. ഓക്കെ.
41 സെക്കൻഡ് ബാക്കിയുണ്ട്, 40 സെക്കൻഡ്സ് ഇനി ബാക്കിയുണ്ട്. വലിയ കുഴപ്പമില്ല, ഞാൻ സ്പീഡിൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ള അനാലിസിസ് ചെയ്യണം. എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അനാലിസിസ് ചെയ്യണം? നിങ്ങൾ ഏതെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എന്ന് ഇവിടെ എഴുതി വെക്കുക. ഏതെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു അത് നിങ്ങളുടെ ലെവൽ വെച്ചിട്ട്, നിങ്ങളുടെ പഠനത്തിന്റെ ലെവൽ വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ മാപ്പിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് ഈസിയാണ്. ഓക്കെ, ആ സമയത്ത് ഫീച്ചേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കുറച്ച് മോഡറേറ്റ് ആണ്. അതുപോലെ എന്തുകൊണ്ടാണ് ഫെർട്ടിലിറ്റി കുറവ്, അത്രയും ഡെപ്തിൽ വെച്ചാൽ അത് ഡിഫിക്കൽട്ട് ആണ്. ഈ അനാലിസിസ് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള 4 ചോദ്യം ഉണ്ടായി, മോഡറേറ്റ് ആയിട്ടുള്ള ചോദ്യം 4 ഉണ്ടായി, അതുപോലെ ടഫ് ആയിട്ടുള്ള ചോദ്യം 2 ഉണ്ടായി. ഈ അനാലിസിസ് നിങ്ങൾ കണ്ടുപിടിക്കുക. മൊത്തം 10 ചോദ്യം. അതിൽ 4 നിങ്ങളുടെ പഠനം വെച്ചിട്ട് ഈസി ആയിരുന്നു, 4 മോഡറേറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കണം, ഈസിയിൽ എത്ര ഞാൻ ശരിയാക്കി, മോഡറേറ്റിൽ ഞാൻ എത്ര ശരിയാക്കി, ടഫിൽ എത്ര ശരിയാക്കി, മൊത്തം എനിക്ക് എത്ര മാർക്ക് കിട്ടി. ഓക്കെ, ഈസിയിലുള്ള ഒരെണ്ണം എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റെ പഠനം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഒന്നും കൂടെ പോയി റിവൈസ് ചെയ്യുക, പോയി പഠിച്ച ക്ലാസ്സുകളിലുള്ള നോട്ടുകൾ റിവൈസ് ചെയ്യുക. മോഡറേറ്റ് തെറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല, മോഡറേറ്റ് 2 തെറ്റ് 2 ശരിയായി, കുഴപ്പമില്ല. ടഫും ഈ പറയുന്നത് തെറ്റിയാലും കുഴപ്പമില്ല. ഈസിയും മോഡറേറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു കണക്കിലാണെങ്കിൽ ഈ 10 മാർക്കിൽ മിനിമം ഒരു 6 മാർക്ക് കിട്ടിയേ പറ്റൂ. കാര്യം എന്താ? 4 ഈസി ഉണ്ട്, 4 ശരിയാവണം. മോഡറേറ്റിൽ ഒരു പകുതി കൂടുതൽ ശരിയായി, ടഫിൽ ഒരെണ്ണെങ്കിലും ശരിയായി. ഏകദേശം 7 to 6 മാർക്ക് ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കിട്ടണമായിരുന്നു, നല്ലോണം പഠിക്കുന്ന ഒരു പയ്യനാണെങ്കിൽ. ഓക്കെ, സോ നമുക്ക് നേരെ ഇനി ടോപ്പിക് നോക്കാം. സോയിൽ എന്ന് പറയുന്ന ടോപ്പിക്. സോയിൽ എന്ന് പറയുന്ന ടോപ്പിക്കില് സോയിൽ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ലെയർ ഓഫ് എർത്ത് ക്രസ്റ്റ്. ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് ഓർഗാനിക് മാറ്റർ, മിനറൽ, ഗ്യാസസ്, വാട്ടർ, എയർ. ഇതെല്ലാം നിങ്ങൾ സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ലേ, പുതിയതായിട്ടൊന്നുമില്ല. അതായത് ഓർഗാനിക് മാറ്റർ, മിനറൽസ്, ഗ്യാസ്, വാട്ടർ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു സാധനമാണ് എന്ത്? സോയിൽ. ഈ സോയിൽ ഉണ്ടാവുന്നത് ഒറിജിനലി ഫോംഡ് ഫ്രം റോക്ക് എന്ന് പറയുന്ന പാരന്റ് മെറ്റീരിയലിൽ നിന്നാണ്. അതായത് പാറ കഷ്ണങ്ങൾ പൊടിഞ്ഞാണ് സോയിലായി മാറുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിലെല്ലാം പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? അതെ. സോ സോയിലിനെ നമ്മൾ NCERT കൊടുത്തിട്ടുള്ള പോലെ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ 2 രീതിയിൽ, ഹിസ്റ്റോറിക്കൽ ആയിട്ട് 2 രീതിയിലാണ് ക്ലാസ് ചെയ്തിട്ടുള്ള. ഫെർട്ടൈൽ സോയിൽ എന്ന് പറയുന്നത്, ഫെർട്ടൈൽ സോയിൽ ഏതാ? ഉർവര. അതുപോലെ സ്റ്റെറൈല് അല്ലെങ്കിൽ അൺഫെർട്ടൈൽ, ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള സോയില് ഉസര. ഓക്കെ, സോ ഉർവര എന്ന് പറയുന്നത് ഫെർട്ടൈൽ സോയിലും ഉസര എന്ന് പറയുന്നത് സ്റ്റെറൈൽ സോയിലുമാണ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന സോയിലുകൾ ഏതെല്ലാമാണ് നോക്കാം. എനി സോയിൽ മേഡ് അപ്പ് ഓഫ് ലെയേഴ്സ് ആർ കോൾഡ് ഹൊറൈസൺസ്. സോയിലിൽ പല ലെയർ ഉണ്ടാവും, ഹൊറൈസൺസ് എന്ന് പറയും. കണ്ട, പല ലെയറിലാണുള്ളത്. ഏതൊക്കെ ലെയർ ആണെന്ന് പഠിക്കണ്ട. ഏറ്റവും മുകളിൽ ഓർഗാനിക് ലെയർ ആയിരിക്കും, ബാക്കി പല ലെയറും ഉണ്ടാവും. ഏറ്റവും താഴെ റോക്ക് ആയിരിക്കും, അതാണ് പാരന്റ് മെറ്റീരിയലോ. ഇത്ര മനസ്സിലാക്കി വെച്ചാൽ പോരെ, അത്രയൊക്കെ ചോദിക്കാറുള്ളൂ. ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ചോദിച്ചേക്കുന്നത് എന്താ? എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? പാരന്റ് മെറ്റീരിയൽ റോക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഹ്യൂമസ് ആണെന്നും പല ഓപ്ഷനിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സോ 6 ഹൊറൈസൺസ് ആ ഉള്ളത്. ഓർത്തു വയ്ക്കുക, ഈ ലെയറുകളെ ഹൊറൈസൺ എന്ന് വിളിക്കുന്നു. ഏറ്റവും താഴെ റോക്കാണ്, ഏറ്റവും മുകളിൽ ഹ്യൂമസ് ആണ്, ഓർഗാനിക് മെറ്റീരിയൽ ആണ്. അത്രയാണ് സോയിലിനെ പറ്റിയുള്ളത്. ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന സോയിൽ ഏതൊക്കെയാ? ഫോറസ്റ്റ് സോയിൽ ഓർ മൗണ്ടൈൻ സോയിൽ, പിന്നെ ബ്ലാക്ക് സോയിൽ, അലൂവിയൽ സോയിൽ, എറിഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ. ഓക്കെ, ഇതിനകത്ത് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം? ഒന്നാമത്തെ കാര്യം, സോയിലിന്റെ പേര് ചോദിച്ചു. ഫസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളത് എങ്ങനെ ഒരു സോയിൽ ഉണ്ടായി, ഒറിജിൻ ചോദിക്കാം അല്ലെ. എങ്ങനെ ഒരു സോയിൽ ഉണ്ടായി? വാട്ടറിന്റെ ആക്ടിവിറ്റി കൊണ്ടാണോ, എയറിന്റെ ആക്ടിവിറ്റി കൊണ്ടാണോ, അല്ലെങ്കിൽ ലാവ കൂൾ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ അയൺ മെറ്റമോർഫിക് റോക്കിന്റെ പൊടിഞ്ഞതുകൊണ്ട് ഉണ്ടായതാണോ? അത് ചോദിക്കാം, ഒറിജിൻ ചോദിക്കാം. രണ്ടാമത്തത് മാപ്പിൽ എവിടെയാണ്, ലൊക്കേഷൻ ചോദിക്കാം. എവിടെയൊക്കെയാണ് ഈ സോയിൽ കാണപ്പെടുന്നത്, ഈ ചോദ്യം ചോദിക്കാം. മൂന്നാമത്തത് എന്താ? പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള എന്താ? ഏതെല്ലാം ക്രോപ്പുകളാണ്, ഏതെല്ലാം വിളവുകളാണ് ആ സോയിലുള്ളതെന്ന് ചോദിക്കാം. നാലാമത്തത് എന്തെങ്കിലും ഫീച്ചർ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ 4 കാരണം മാത്രമേ ചോദിക്കുള്ളൂ. ഈ 4 കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. നമുക്ക് നോക്കാം, ഓരോന്നോരോന്ന് നോക്കാം. ഓക്കെ, ഇത് NCERT ഇമേജ് ആണ്, സെയിം ഇമേജ് ആണ്. ഓക്കെ, ഒന്നാമത് അലൂവിയൽ സോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നദിയുടെ തടങ്ങളിൽ അല്ലെങ്കിൽ ഫ്ലഡ് പ്ലെയിൻസ്, നദീതടങ്ങളിൽ കാണപ്പെടുന്നതാണ് ഏത്? അലൂവിയൽ സോയിൽ. ഡെപ്പോസിഷൻ ഓഫ് റിവർ കാരണം ഉണ്ടായതാണ്. റിവറിന്റെ ഫ്ലഡ് പ്ലെയിൻ ആണ് ഇതിന്റെ റീജിയൻസ്. അത് ഗംഗയുടെ ഫ്ലഡ് പ്ലെയിൻ, ബ്രഹ്മപുത്രയുടെ ഫ്ലഡ് പ്ലെയിൻ, ഇൻഡസിന്റെ ഫ്ലഡ് പ്ലെയിൻ, കൃഷ്ണ, ഗോദാവരി, നർമ്മദ, അങ്ങനെ ഏതൊക്കെ റിവർ ഉണ്ടോ ആ റിവറിന്റെ ഫ്ലഡ് പ്ലെയിനുകളിൽ റിവർ ഉണ്ടാക്കുന്നതാണ്. അത് ഹൈലി ഫെർട്ടൈൽ ആണ്.
ഹൈലി ഫെർട്ടൈൽ ആണ്. മിക്കവാറും എല്ലാ ക്രോപ്പും അവിടെ ഉണ്ടാവും. റൈസ്, വീറ്റ്, ടൊബാക്കോ, ജൂട്ട്, ഓയിൽ സീഡ്, മിക്കവാറും എല്ലാ ക്രോപ്പും ഉണ്ടാവും. സോ അലൂവിയൽ സോയിൽസ് ആർ ഫോംഡ് ബൈ റിവർ. They are found in floodplains of rivers. Okay, മേജർ ക്രോപ്സ് എല്ലാം കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അലൂവിയൽ സോയിൽ വളരെ എളുപ്പമാണ്. അലൂവിയൽ സോയിൽ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഫെർട്ടൈൽ ആയുള്ള സോയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് ബ്ലാക്ക് സോയിൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ആണ്. ബ്ലാക്ക് സോയിൽ ഉണ്ടാവുന്നത് ലാവ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്ക്, അല്ലെങ്കിൽ ലാവ എന്ന് പറയുന്നത്, വോൾക്കാനോ എന്ന് വരുന്ന ലാവ എന്ന് പറയുന്ന സാധനം സോളിഡിഫൈ ചെയ്ത് അത് പൊടിഞ്ഞുണ്ടാവുന്ന റോക്കാണ്. ഓക്കെ, വെതറിംഗ് ഓഫ്, കൂളിംഗ് ആൻഡ് സോളിഡിഫിക്കേഷൻ ഓഫ് ലാവ ആഫ്റ്റർ വോൾക്കാനിക് ഇറപ്ഷൻ. ഇന്ത്യയിൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ഡെക്കാൻ പ്ലേറ്റു റീജിയനിലാണ്. എവിടെയാ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്? ഡെക്കാൻ പ്ലേറ്റു റീജിയനിലാണ്. മേജർ ക്രോപ്പ് കോട്ടൺ ആണ്. ബ്ലാക്ക് സോയിൽ എന്ന് മനസ്സിലേക്ക് വരുമ്പോൾ മനസ്സിലേക്ക് വരാ ലാവ പൊടിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. രണ്ടാമത് ഡെക്കാൻ പ്ലേറ്റുവിൽ കാണപ്പെടുന്നതാണ്. മൂന്നാമത്തത് കോട്ടൺ എന്ന് പറയുന്ന ക്രോപ്പാണ് അതിൽ കാണപ്പെടുന്നത്. നാലാമത്തെ ഹൈ വാട്ടർ സ്റ്റോറിംഗ് കപ്പാസിറ്റി, ഹൈ മോയിസ്ചർ ഹോൾഡിംഗ് കപ്പാസിറ്റി. അതുകൊണ്ട് അതിനെ സെൽഫ് പ്ലൗവിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇത് NCERT-യിലുള്ള ഇൻഫർമേഷൻ ആണ്, ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ടഫ് ആക്കുന്നത് ഇങ്ങനെയാണ്. സെൽഫ് പ്ലൗവിംഗ് എന്ന് വിളിക്കുന്ന സോയിൽ ഏതാണ്? ബ്ലാക്ക് സോയിൽ ആണ്. ഹൈ മോയിസ്ചർ ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള സോയിൽ ഏതാണ്? ബ്ലാക്ക് സോയിൽ ആണ്. റെഗുർ സോയിൽ എന്ന് വിളിക്കുന്ന സോയിൽ ഏതാണ്? ബ്ലാക്ക് സോയിൽ ആണ്. ഓക്കെ, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. അടുത്തത് റെഡ് സോയിൽ ഓർ യെല്ലോ സോയിൽ. റെഡ് സോയിൽ എന്തുകൊണ്ട് റെഡ് കളറായി? മെറ്റാമോർഫിക് റോക്കുകളുടെ വെതറിംഗ് കാരണം ഉണ്ടായതാണ്. ഇവിടെ ലാവ റോക്കുകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്കുകളുടെ കാരണമാണ് ഇതുണ്ടായ ബ്ലാക്ക് സോയിൽ ഉണ്ടായത്. ആ സമയത്ത് മെറ്റാമോർഫിക് റോക്കുകൾ, മൂന്നര റോക്കുകളല്ല ഉള്ളത്. ഏതാണ്? ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക്. അതിൽ മെറ്റാമോർഫിക് റോക്കുകൾ പൊടിഞ്ഞുണ്ടാവുന്ന സോയിലാണ് ഏത്? റെഡ് സോയിൽ ഓർ യെല്ലോ സോയിൽ. ഓക്കെ, അത് കാണപ്പെടുന്ന, ഇനി റെഡ് കളർ ആവാനുള്ള കാര്യം അത് ഫെറസ് ഓക്സൈഡിന്റെ, ഒരുപാട് ഫെറസ് ഓക്സൈഡ് അവിടെ ഉള്ളതുകൊണ്ടാണ്. അയൺ കണ്ടന്റ് കൂടുതലുള്ളതാണ് റെഡ് കളർ ആയിട്ട് കാണുന്നത്. പൊതുവേ ലോ ഫെർട്ടിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്താ, ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് ക്രോപ്പുകൾ നട്ടുപിടിപ്പിക്കാം. പൊതുവെ വലിയ വലിയ ക്രോപ്പുകളൊക്കെ പറയാനുള്ളത്, പ്ലാന്റേഷൻ ക്രോപ്സ് ഒക്കെ പറയാൻ വേണമെങ്കിൽ പൊതുവെ എന്താണ്, വാട്ടർ റിട്ടൻറ്റീവ് അല്ല, വാട്ടർ റിട്ടൻഷൻ വളരെ കുറവാണ്, അതുകൊണ്ട് ഫെർട്ടൈൽ അല്ല. ഓക്കെ, ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച് നല്ലോണം വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? കൃഷി നടത്താം. സോ ക്രോപ്പ് മേജർ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, പിന്നെ ഈസ്റ്റേൺ ആൻഡ് സദേൺ റീജിയൻസ് ഓഫ് ഡെക്കാൻ പ്ലേറ്റു വിത്ത് ലോ റെയിൻഫോൾ ഉള്ളത് കാണാറുണ്ട്. പീഡ്മൗണ്ട് റീജിയൻ ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്, ഒഡീഷ, ഛത്തീസ്ഗഡിലെല്ലാം കാണുന്നുണ്ട്. എവിടേക്കാ കാണുന്നത്? കണ്ടോളൂ, കണ്ടോ, ഈ കാണുന്നതാണ് റെഡ്. ഈ ഏരിയയിലെല്ലാം കാണപ്പെടുന്നതാണ് റെഡ്. ഓക്കെ, പിന്നെ ബ്ലാക്ക് സോയിൽ കണ്ടോ, ഡെക്കാൻ പ്ലേറ്റൂലാണ് മേജർ ആയിട്ട് കാണപ്പെടുന്നത്. ഡെക്കാൻ പ്ലേറ്റൂലാണ് മേജർ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഗുജറാത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. മെയിൻ ആയിട്ട് ഡെക്കാൻ പ്ലേറ്റൂലാണ്. ചോദ്യം മിക്കവാറും ഡെക്കാൻ പ്ലേറ്റൂവിൽ കാണപ്പെടുന്ന സോയിൽ ഏതാണെന്നായിരിക്കും. റെഡ് സോയിൽ ഒരുപാട് സ്ഥലത്ത് കാണപ്പെടുന്നുണ്ട്. അലൂവിയിൽ കണ്ടോ, ഇവിടെ ഏതൊക്കെ, ഇവിടെ നദികളുണ്ട്, ഇവിടെ ഗംഗയുണ്ട്, ഇവിടെ ബ്രഹ്മപുത്ര ഉണ്ട്, ഇവിടെ ഇൻഡസിന്റെ കുറെ നദികളുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഭാഗത്തും നദികളൊക്കെ ഉള്ള ഭാഗമാണ്. ഇവിടെ കണ്ടോ, കൃഷ്ണ, ഗോദാവരി, അതുപോലെ കുറെ നദികൾ ഇവിടെ ഉണ്ട്. ഇവിടെ നർമ്മദ, താപി നദികളുണ്ട്. ഓക്കെ, ഇവിടെ മഹാനദി ഉണ്ട്. ഓക്കെ, സോ ഈ നദികളുള്ളിടത്ത് കാണപ്പെടുന്നതാണ് ഏത്? അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, ഡെക്കാൻ പ്ലേറ്റുകൾ കാണപ്പെടുന്നത്. റെഡ് സോയിൽ ബാക്കിയുള്ള ഏരിയാസിലെല്ലാം കാണപ്പെടുന്ന ഒരു സോയിലാണ്. മാപ്പിംഗ് മനസ്സിലായില്ലേ? 4 കാര്യങ്ങളും പഠിച്ചില്ലേ? അടുത്തത് രണ്ടെണ്ണം കൂടി പഠിക്കാം. നമുക്ക് ഇനി 3 പഠിക്കാനുണ്ട്. ലാട്രൈറ്റ് സോയിൽ ഉണ്ടാവുന്നത് എങ്ങനെയാ? നല്ലോണം മഴ പെയ്യുന്ന റീജിയൻസിൽ അയണും മഗ്നീഷ്യവും ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും മഴയുടെ കൂടെ ഒലിച്ചു പോകും. സോ അവിടെ ആ പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് ലീച്ചിങ്. നല്ലോണം മഴ പെയ്യുന്ന ഏരിയാസില് മണ്ണിന്റെ വെള്ളത്തിന്റെ കൂടെ എന്ത് ചെയ്യും? ബാക്കി എല്ലാ സാധനവും ഒലിച്ചു പോകും. അവിടെ അയണും മഗ്നീഷ്യവും പോലുള്ള സാധനങ്ങൾ മാത്രം ബാക്കിയാവും. സോ അത് നമ്മൾ ലീച്ചിങ് എന്നാ പറയാം. ഈ ഒലിച്ചു പോകുന്ന പരിപാടിനെ ലീച്ചിങ് എന്ന് പറയാം. ഒലിച്ചു പോകുന്നു, ലീച്ച് ചെയ്ത് പോകുന്നു, ലീച്ചിങ് എന്നാ പറയാം. വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സ്, രാജ്മഹൽ, വിന്ധ്യ, സത്പുര, മാൽവ, ബേസിക്കലി കേരളത്തിൽ കാണപ്പെടുന്ന ചെങ്കല്ലില്ലേ, ആ ചെങ്കല്ലാണ് ഇത് ഈ പറഞ്ഞ ലാട്രൈറ്റ് സോയിൽ. സോ കേരളം ഓർത്ത് വെച്ചാൽ മതി. കേരളത്തിൽ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? കേരളത്തിൽ ടീ, കോഫി, റബ്ബർ, കോക്കനട്ട്, അരിക്കനട്ട്, കാഷ്നട്ട്, ഇതെല്ലാം കേരളത്തിൽ ഉണ്ടാവുന്നതല്ലേ. സോ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാവുന്ന സോയിൽ.
പഠിക്കാൻ എളുപ്പ എന്താ ടീ, കേരളത്തിലെ മൂന്നാർ ഭാഗങ്ങളിൽ ടീ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഹൈ റേഞ്ച് ഭാഗങ്ങളിൽ കോഫി ഉണ്ടാവുന്നുണ്ട്. റബ്ബർ കേരളത്തിന്റെ മെയിൻ സാധനമാണ്. കോക്കനട്ട് കേരളത്തിന്റെ മെയിൻ സാധനമാണ്. അടക്ക അല്ലെങ്കിൽ അരക്കനട്ട് കേരളത്തിലെ മെയിൻ സാധനമാണ്. കൊല്ലം കാസർഗോഡ് ഏരിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് ഇത് കാഷ്യൂനട്ട്. സോ ലാറ്ററൈൻ എന്ന് പറഞ്ഞാൽ കേരളം ഓർത്തിരിക്കുക, കേരളം തമിഴ്നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഹൈ അയൺ ഓക്സൈഡ്, ലോ ഹ്യൂമസ് കണ്ടന്റ്. സോ എന്താ ഫെർട്ടിലിറ്റി കുറവാ, ഫെർട്ടൈൽ അല്ല. ഓക്കെ, അത്ര ഫെർട്ടൈൽ അല്ല. സോ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചാൽ ഹൈലി അസിഡിക്കും ആണ്. കാര്യം വെള്ളത്തിന്റെ കൂടെ അതിന്റെ ആൽക്കലി കണ്ടന്റ് മൊത്തം പോയി, ഇനി അവിടെ അസിഡിക് ആയിട്ടുള്ള സോയിലാ ബാക്കി. സോ ഫെർട്ടിലിറ്റി മൊത്തത്തിൽ കുറവാ. പക്ഷെ ഇതിലും കുറവാണ് റെഡ് സോയിലിന്. ഓക്കെ, പിന്നെ വാട്ടർ റിട്ടൻഷനും കുറവാണ്, വാട്ടർ ക്യാരിങ് കപ്പാസിറ്റിയും കുറവാണ്. ഓക്കെ, അടുത്തത് ഫോറസ്റ്റ് സോയിൽ, ഒരു മൗണ്ടൈൻ സോയിൽ. ഫോറസ്റ്റ് ഏരിയാസിൽ, മൗണ്ടൈൻസ് ഏരിയാസിലാണ് കാണപ്പെടുന്നത്. എവിടെ? ഹില്ലി മൗണ്ടൈനസ് ഏരിയാസിൽ, നല്ലോണം മഴ പെയ്യുന്ന ഹില്ലി ഏരിയാസിലാണ് കാണപ്പെടുന്നത്. ഈ സോയിലിന് പ്രത്യേകത എന്താ? അവിടെ പ്ലാന്റേഷൻ ക്രോപ്സ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ടീ, കോഫി, സ്പൈസസ്, ഫ്രൂട്ട്സ് പോലുള്ള പ്ലാന്റേഷനുകളില്ലേ, നട്ട് വളർത്തുന്ന ഓക്കെ തോട്ടങ്ങൾ. ആ തോട്ടങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ കാണപ്പെടുന്നത്. നിങ്ങൾ മലമുകളിലൊക്കെ തോട്ടങ്ങളുണ്ട്, ഗുണ്ടൽപേട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളായിട്ടുള്ള തോട്ടങ്ങൾ, ഏലത്തോട്ടവും മറ്റേ സ്പൈസസിന്റെ തോട്ടസും, ഏലത്തിന്റെ തോട്ടം ഉണ്ടാവും. അങ്ങനെയുള്ള സ്പൈസസിന്റെ തോട്ടങ്ങൾ, ടീ തോട്ടം, തേയിലത്തോട്ടം, അതുപോലെ ഈ കോഫി എന്നുള്ളത് നമ്മുടെ ആ വയനാട് ഇടുക്കി ഏരിയയിലൊക്കെ കാണപ്പെടുന്നില്ലേ, അതാണ് ഹില്ലി സോയിൽ. ഓക്കെ, ലോ ഹ്യൂമസ് കണ്ടന്റ് ആണ്, അസിഡിക് ആണ്. അതുകൊണ്ട് ഫെർട്ടിലൈസേഴ്സും നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെയും കൃഷി ചെയ്യുന്നത്. ഇനി ഡെസേർട്ട് സോയിൽ എന്താ? എയർ ആക്ടിവിറ്റി കാരണം താർ റീജിയനിലും റാൻ ഓഫ് കച്ച് റീജിയനിലും കാണപ്പെടുന്നതാണ്. ലോ ഫെർട്ടിലിറ്റി ആണ്. ഏകദേശം റെഡ് മുതൽ ബ്രൗൺ വരെ കളറാണ്. ഹ്യൂമസും മോയ്സ്ചറും ഒന്നുമില്ല. ഏറ്റവും ലോവസ്റ്റ് ഫെർട്ടിലിറ്റി ഉള്ള സാധനമാണ്. ഭയങ്കര ഫെർട്ടിലിറ്റി കുറവാണ്. അല്ല, ഡെസേർട്ട് സോയിൽ, താർ മരുഭൂമിയിലെ മണലാരണ്യം, മണലാരണ്യത്തിന് എന്തെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. വെള്ളം ഉണ്ടോ? വെള്ളവും ഇല്ല. സോ റീജിയൻ ഏതാ? ഇന്ത്യയിൽ താറിലും റാൻ ഓഫ് കച്ചിലും മാത്രമാണ് അത് കാണപ്പെടുന്നത്. സോ ഈ മൂന്ന് 6 സോയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ഈ മാപ്പാണ് നമ്മുടെ മെയിൻ. മാപ്പ് നോക്കി വെക്കുക. മാപ്പില് അലൂവിയൽ സോയിൽ കാണപ്പെടുന്നത് റിവറിന്റെ ഏരിയയില്, എറിഡ് സോയിൽ കാണപ്പെടുന്നത് താറിലും റാൻ ഓഫ് കച്ചിലും. കണ്ടോ, താറിന്റെ ഏരിയ ഇവിടെയാണ് എറിഡ് സോയിൽ കാണപ്പെടുന്നത്. ഇവിടെയാണ് എറിഡ് സോയിൽ കാണപ്പെടുന്നത്. ഇനി ലാറ്ററൈറ്റ് കണ്ടോ, ഈ ഭാഗത്താണ് ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് സോയിൽ. ഇനി റെഡ് സോയിൽ കണ്ടോ, അതാണ്ടോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തും പിന്നെ ഈ ഭാഗത്ത് കാണപ്പെടുന്നതാണ് റെഡ് സോയിൽ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന റെഡ് സോയിലാണ്, കൂടുതലായിട്ട് കാണപ്പെടുന്നത് റെഡ് സോയിലാണ്. ഓക്കെ, പിന്നെ ഏതാണുള്ള ബ്ലാക്ക് സോയിൽ നമ്മൾ കാണുന്നു, ഡെക്കാൻ പ്ലേറ്റിലുള്ളതാണ്. ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ ചോദ്യങ്ങൾ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. പിന്നെ നമ്മുടെ NCERT മേജർ ആയിട്ടുള്ള ഡിവിഷൻ ആണ് ഈ അലൂവിയൽ സോയിലിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓൾഡ് അലൂവിയവും ന്യൂ അലൂവിയം. ഓൾഡ് അപ്പർ ആൻഡ് മിഡിൽ ഗാൻജറ്റിക് പ്ലെയിൻസ് ആർ ടു ഡിസ്റ്റിങ്ക്ട് ടൈപ്പ്. ഖാദർ എന്ന് പറഞ്ഞാൽ ന്യൂ അലൂവിയം, ബംഗാർ എന്ന് പറഞ്ഞാൽ ഓൾഡ് അലൂവിയം. ഖാദർ ന്യൂ, ബംഗാർ ഓൾഡ്. അവിടെ കാണുന്ന കൽക്കേരിയസ് ഡെപ്പോസിറ്റ്സ് നമ്മൾ കങ്കാർ എന്ന് വിളിക്കും. സോ 3 സാധനങ്ങൾ ഓർത്ത് വയ്ക്കുക. ഖാദർ ന്യൂ, ബംഗാർ ഓൾഡ്. ഖാദർ പുതിയൊരു മനുഷ്യനാണ്. നമ്മുടെ ഖാദർ ഇല്ലേ, ഖാദർ പുതിയൊരു മനുഷ്യനാണ്. ബംഗാർ പഴയ ആളാണ്. സോ ഖാദർ ന്യൂ അലൂവിയം, ബംഗാർ പഴയ അലൂവിയം. കണ്ടോ, ഇത് നമ്മുടെ റിവർ ആണെങ്കിൽ പുതിയ അലൂവിയം എവിടെയായിരിക്കും? റിവറിന്റെ അടുത്തായിരിക്കും. പഴയത് കുറച്ച് ദൂരെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ടെറായി റീജിയണും ബാബറും ഹിമാലയൊക്കെ ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഫുള്ള് ഡിസ്കസ് ചെയ്തതല്ലേ. ഇവിടെ അലൂവിയൽ സോയിലിന്റെ 2 ഡിവിഷൻസ് ആയിട്ടുള്ള ബംഗാറും ഖാദർ ഓർത്ത് വയ്ക്കുക. ഖാദർ പുതിയ ആളായതുകൊണ്ട് ഖാദർ ന്യൂ, ബംഗാർ ഓൾഡ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. കങ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കേരിയസ് ഡെപ്പോസിറ്റ് ആണ്. സോ ഇത്രയും ഓർത്ത് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ചെയ്യാം. സോ നമ്മൾ ആദ്യത്തെ ചോദ്യം കണ്ടുപിടിച്ച് എങ്ങനെയാ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ബ്ലാക്ക് സോയില് പ്രത്യേകത എന്താ? ഇനി നിങ്ങൾ പറ, വളരെ എളുപ്പമായിട്ട് പറ. ബ്ലാക്ക് സോയിൽ ലീസ്റ്റ് ഫെർട്ടൈൽ ആണോ? അല്ല. കോട്ടൺ കൾട്ടിവേഷൻ കാര്യമായിട്ടുള്ളതാ. ഫെർട്ടിലിറ്റി അത്ര കുറവാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ആ ഓപ്ഷൻ തെറ്റിപ്പോയി. അടുത്തത്, ഇറ്റ് കവേഴ്സ് മോസ്റ്റ് ഓഫ് ഡെക്കാൻ പ്ലേറ്റു. ശരിയുള്ള ഉത്തരമാണ്. ഡെക്കാനിലാണ് കാണപ്പെടുന്നത്. ഇനി നോർത്തേൺ ഗാൻജറ്റിക് പ്ലെയിനിൽ കാണപ്പെടുന്ന ഏതാ? അലൂവിയൽ സോയിൽ ആണ്. അലൂവിയൽ സോയിൽ അത് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ടഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അറിയാമെങ്കിൽ ചെയ്യാമായിരുന്നു അല്ലേ? നമ്മൾ ഫീച്ചേഴ്സ് എല്ലാം പഠിച്ചു പോകുന്നല്ലേ. ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, ഹൈ മോയ്സ്ചർ ക്യാരിങ് കപ്പാസിറ്റി, ലാവ പൊടിഞ്ഞുണ്ടാവുന്നതാണ്, ഡെക്കാൻ ഏരിയയിൽ കാണപ്പെടുന്നതാണ്, കോട്ടൺ കൾട്ടിവേഷന് ഫേമസ് ആണ്. ഓക്കെ, അടുത്തത് റിച്ച് ഇൻ ഫോസ്ഫറസ് നൈട്രജൻ. പൊതുവേ ഇന്ത്യയിലെ സോയിലുകളിൽ ഫോസ്ഫറസ് നൈട്രജനും കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ നൈട്രജൻ യൂറിയയും ഫോസ്ഫറസും ഫാക്ടംബോസും കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അതും തെറ്റാണ്. സോ ഇതിന്റെ ആൻസർ ബി ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ വിട്ടു.
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടു, നമുക്ക് അറിയില്ല. സോ എന്താ, ഫീച്ചേഴ്സ് പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ കിട്ടും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാർക്കുകൾ കളയരുത്. ടഫ് ആണെന്ന് തോന്നുമെങ്കിലും ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇരുന്ന് പഠിച്ചാൽ കിട്ടാവുന്ന ചോദ്യമല്ലേ. നമ്മൾ അത് മൊത്തം പഠിക്കാൻ എത്ര നേരം എടുത്തു? 10 മിനിറ്റല്ലേ എടുത്തോളൂ. സോ അത് കളയരുത്. കണ്ടോ, കാണപ്പെടുന്നത് ഡെക്കാൻ ഏരിയയിലാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റെഡ് സോയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവാൻ കാരണം എന്താ? ഈ ചോദ്യത്തിന് ആൻസർ നമ്മൾ കറക്റ്റ് ആയിട്ട് എ കുത്തി. എങ്ങനെ കുത്തിയത്? ഫെർട്ടിലിറ്റി കുറയണമെങ്കിൽ അതായത് വളക്കൂർ കുറയണമെങ്കിൽ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തുണ്ടോ? നമ്മൾ എങ്ങനെ ആൻസർ ചെയ്തേ? എലിമിനേറ്റ് ചെയ്യാം. എങ്ങനെ? റെഡ് കളർ മാറുന്നതുകൊണ്ട് വളക്കൂറിനെ ബാധിക്കുമോ? ചുവന്ന കളറായാലും പച്ച കളറായാലും വളക്കൂർ ഒന്ന് തന്നെയല്ലേ. സോ അത് എലിമിനേറ്റ് ചെയ്തു. പിന്നെ ഹൈലി കണ്ടാമിനേറ്റഡ്, നമ്മൾ പഠിക്കുന്ന സോയിൽ എല്ലാം പ്യുവർ ഫോമിലാണ്. ഒരു കമ്പനിയുടെ അടുത്ത് റെഡ് സോയിൽ ഉണ്ടെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആവാം, അല്ലെങ്കിൽ നമ്മളൊരു പൊല്യൂഷൻ നടത്തുന്ന ഏരിയയിൽ കണ്ടാമിനേറ്റഡ് ആവാം. അല്ലാണ്ട് ഇന്ത്യയിലുള്ള മൊത്തം റെഡ് സോയിൽ കണ്ടാമിനേറ്റഡ് ആണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതും എലിമിനേറ്റ് ചെയ്യാം. ഇനി ബയോളജിക്കൽ കമ്പോണൻസ് നോട്ട് മിക്സ്ഡ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കുറച്ച് ബയോളജിക്കൽ കണ്ടൻസ് ഉണ്ടെന്ന് വിചാരിക്കും, അതുകൊണ്ട് മാത്രം അതായോ? ഉറപ്പിച്ച് പറയാൻ പറ്റൂല. സോ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ സി എഴുതണം. പക്ഷേ ലോജിക്കലി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവുള്ളതുകൊണ്ടായിരിക്കും അത് അൺഫെർട്ടൈൽ ആയത്. ബ്ലാക്ക് സോയിലിന് ഹൈലി വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടല്ലേ അത് നല്ല ഫെർട്ടൈൽ ആയത്. അതുപോലെ ഇതിന് കുറവുള്ളതുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതും എലിമിനേറ്റ് ചെയ്യാം. എ എന്ന് പറഞ്ഞ ഉത്തരത്തിലെത്താൻ പറ്റും. സോ എലിമിനേഷൻ വഴി ഉത്തരത്തിലെത്താം. ഇതാണ് ക്വിസ് വെച്ച് പഠിക്കുമ്പോൾ ഗുണം. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, സോ ഫെർട്ടിലിറ്റിനെ ബാധിക്കുന്ന കാര്യം കണ്ടുപിടിക്കുക. സോ നമ്മൾ നല്ല ബോധത്തോടുകൂടി എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കണം. മനസ്സിലാക്കി വായിക്കുക. ഒരു കളർ കൊണ്ട് ഫെർട്ടിലിറ്റി മാറോ? ഇല്ല. കണ്ടാമിനേഷൻ അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവോ? ഇല്ല. 2 കളഞ്ഞു. പിന്നെ ബയോളജിക്കൽ കമ്പോണന്റ് ആർ നോട്ട് മിക്സ് വിത്ത് ഇറ്റ്, അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അവിടെ ഒരു പോത്തി എത്തറപ്പുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവിടെ കുറെ ഇലകൾ വന്ന് ചാടിയാലോ അതുകൊണ്ട് മാത്രം ഫെർട്ടിലിറ്റി കൂടോ? ഇന്ത്യയിൽ മൊത്തം റെഡ് സോയിലിന് ഫെർട്ടിലിറ്റി കൂടോ? ഇല്ല. അതിന്റെ പെക്യൂലിയർ ഫീച്ചർ വെച്ചിട്ടുള്ളത് ഇന്ത്യയിൽ മൊത്തം ഉള്ള ഒരു ജനറൽ ഫീച്ചർ ആയിരിക്കണം. അത് നമുക്ക് ഹോൾഡിംഗ് കപ്പാസിറ്റി കൂട്ടാം. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു മാപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൺട്രി സൈഡിലോട് പോകുമ്പോൾ റെഡ് സോയിൽ ഒരുപാട് സ്ഥലത്ത് കാണാം. ഇതിന്റെ കളറിന്റെ കാരണം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ശരിയാക്കി ഡി ആക്കി. എങ്ങനെ? മഗ്നീഷ്യത്തിനും നൈട്രജനും നമ്മൾ കണ്ടിട്ടുണ്ടാവും റെഡ് കളറൊന്നും ഇല്ല. റെഡ് കളർ തുരുമ്പിന് റെഡ് കളറാണ് ഏകദേശം. സോ നമുക്ക് അതിന്റെ ആൻസർ റെഡ് കളർ നോക്കാം. ഹ്യൂമസ് കറുത്ത കളറല്ലേ? ചെളിയൊക്കെ പൊതുവേ ഈ ജീർണിച്ച് പോകുന്ന സാധനത്തൊക്കെ ഏകദേശം ഒരു ബ്രൗൺ ടു ബ്ലാക്ക് കളറാണ്. സോ റെഡ് കളർ കിട്ടണമെങ്കിൽ ഫെറസ് ഓക്സൈഡ് ആണ് ഇവിടെ ഉത്തരം ഉണ്ടാകാൻ സാധ്യത. സോ എലിമിനേറ്റ് ചെയ്ത് ഇത് 3 എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താം. ഇങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലെത്തുന്നത്. ഓക്കെ, സോ നമ്മൾ 2 ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്തിട്ട് മാത്രം കണ്ടുപിടിച്ചു. ഓക്കെ, ആദ്യത്തെ ചോദ്യം. അടുത്ത ചോദ്യം, വിച്ച് സോയിൽ ഇസ് വെൽ നോൺ ഫോർ കപ്പാസിറ്റി ടു ഹോൾഡ് മോയ്സ്ചർ? നല്ലോണം മോയ്സ്ചർ ക്യാരിങ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വിട്ട ക്വസ്റ്റ്യൻ ആണ്, നില്ല് ക്വസ്റ്റ്യൻ, നമ്മൾ വിട്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇനി പറ, വാട്ടർ ഹോൾഡ് ചെയ്യാൻ ഏറ്റവും കഴിവുള്ളത് ആർക്കാ? ബ്ലാക്ക് സോയിലിനാണ്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സെൽഫ് പ്ലൗവിംഗ് ആയിട്ടുള്ളത് ആരാണ്? ബ്ലാക്ക് സോയിലാണ്. ഫീച്ചേഴ്സ് പഠിക്കുക. ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ ചോദ്യമാണ്. ഫീച്ചേഴ്സ് പഠിച്ചാൽ ചോദ്യത്തിന് ഉത്തരം കിട്ടും. കാരണം ബ്ലാക്ക് സോയിൽ അത്ര കൊണ്ട് പഠിക്കാനുള്ള ഒരു ഏരിയയാണ്. ലാറ്ററൈറ്റ് സോയിലിനും കുറവാണ്. എറിഡ് സോയിലിന് വെള്ളം ചോറിയാനേ പറ്റൂല, കാര്യം ഡെസേർട്ട് സോയിലാണ്. ലാറ്ററൈറ്റ് സോയിലിൽ വെള്ളം ഇരുന്ന് പോവാ ചെയ്യുക. ക്ലേ പോലെ ഇരിക്കുന്ന സോയിൽ ഏതാ? ബ്ലാക്ക് സോയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത മാപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റേൺ കോസ്റ്റിൽ കാണപ്പെടുന്ന സോയിൽ ഏതാ? ജസ്റ്റ് ആ മാപ്പ് എടുത്തൊന്ന് നോക്കി. വെസ്റ്റേൺ കോസ്റ്റിൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ്, ഈസ്റ്റേൺ കോസ്റ്റിൽ കാണപ്പെടുന്നത് അലൂവിയൽ സോയിൽ. കാര്യം എന്താ? അവിടെ കുറെ നദികളുണ്ട്. ഏതാ? കൃഷ്ണ, ഗോദാവരി, മഹാനദി. പിന്നെ ഏതൊക്കെ? കൃഷ്ണ ഉണ്ട്, ഗോദാവരി ഉണ്ട്, മഹാനദി ഉണ്ട്. പിന്നെ താഴോട്ട് പോയാൽ പെണ്ണേറും ഉണ്ട്, പെണ്ണാറുണ്ട്. ഓക്കെ, വൈഗൈ നദി ഉണ്ട്. അങ്ങനെ ഒരുപാട് നദികളുള്ള ഏരിയ ആണ് ഈസ്റ്റേൺ കോസ്റ്റ്. സോ ഈസ്റ്റേൺ കോസ്റ്റിൽ കാണപ്പെടുന്നത് ഏതായിരിക്കും? അലൂവിയൽ സോയിലാണ്. സോ വീണ്ടും മാപ്പിന്റെ ക്വസ്റ്റ്യൻ, സോയിലിന്റെ മാപ്പിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചാൽ എഴുതാം. നമ്മൾ എന്ത് ചെയ്തു? നമ്മളത് വിട്ടു, നമുക്കത് അറിയില്ല. ഓക്കെ, സോ ഇതിന്റെ ആൻസർ അലൂവിയലാണ്. ആ സമയത്ത് വെസ്റ്റേൺ കോസ്റ്റ് ആണെങ്കിലോ അതിന്റെ ആൻസർ ആയിരിക്കും ഏത്? ലാറ്ററൈറ്റ് ആയിരിക്കും. ഇങ്ങനെ പഠിക്കുക. ഞാൻ പഠിച്ചതിൽ എന്തെങ്കിലും കുറവൊന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഈസ്റ്റേൺ കോസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഈ ആൻസർ? ഇല്ല. അങ്ങനെ പഠിച്ചു വെക്കുക. അടുത്തത്, ഡാഷ് ഇസ് ദ പാരന്റ് മെറ്റീരിയൽ. അത് നമുക്ക് അല്ലെങ്കിലും അറിയാലോ. ഒരു പാരന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വലുതായിരിക്കണം. ഇതിൽ വലുത് ഏതാ? സാൻഡ് അല്ല, സോയിൽ അല്ല, സെഡിമെന്റ് അല്ല, റോക്കാണ് വലുത്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താ? റോക്കാണ്. സി ആണ് ആൻസർ. റോക്കാണ് ആൻസർ. നമ്മൾ എന്ത് ചെയ്തു? സി കുത്തി, നമുക്കത് ശരിയായി. സോ ഇതും എലിമിനേഷൻ ആണ്. സിമ്പിൾ ടെക്നിക്കാണ് എലിമിനേഷൻ. ഓക്കെ, മുന്നോട്ട് പോയാൽ 7ാമത്തെ ചോദ്യം, കരേവ.
എവിടെയാ കരേവ കാണപ്പെടുന്നത്? കരേവ എന്ന് പറയുന്നത് കാണപ്പെടുന്നത് എവിടെയാ? ജമ്മു കശ്മീരിലാണ്. എവിടെ? ജമ്മു കശ്മീരിൽ കാണപ്പെടുന്നതാണ് കരേവ എന്ന് പറയുന്ന സോയിൽ. കരേവ എവിടെ കാണപ്പെടുന്നത്? ജമ്മു കശ്മീരിലാണ്. ആ സമയത്ത് കങ്കാർ എന്ന് പറയുന്നത് കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ്. കരേവ, കങ്കാർ. ഈ കരേവ ഉള്ളതുകൊണ്ടാണ് എന്ത്? സാഫ്രോൺ കൾട്ടിവേഷൻ അവിടെ ബെസ്റ്റ് ആയിട്ട് നടക്കുന്നത്. സോ ഇതൊരു ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സാഫ്രോൺ കൾട്ടിവേഷൻ മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടി കാരണക്കാരനാണ് ആര്? ജമ്മു കാശ്മീരിലുള്ള കരേവാസ്. ഓക്കെ, ജമ്മു കാശ്മീരിലുള്ള കരേവാസ്. സോ ഇത് ടഫ് ക്വസ്റ്റ്യൻ ആ, മര്യാദയ്ക്ക് പഠിച്ചാൽ കിട്ടും. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. തമിഴ്നാട്, ഒഡീഷ, ചോട്ടാ നാഗ്പൂർ, മേഘാലയ ഈ റീജിയൻസിൽ അഗ്രികൾച്ചറിന് റെഡ് കളർ ഉള്ളത്. ഈ റെഡ് കളർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൻസർ കിട്ടി. ഏതാ? റെഡ് കളർ എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ കിട്ടി. ഏതാണ് ആൻസർ? റെഡ് കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെഡ് സോയിൽ ആണ്. സോ തമിഴ്നാട്, ഒഡീഷ, ചോട്ടാ നാഗ്പൂർ, മേഘാലയ റീജിയനിൽ കാണപ്പെടുന്ന റെഡ് കളറുള്ള സോയിൽ ഏതാ? റെഡ് സോയിൽ ആണ്. നമുക്ക് മാപ്പിംഗ് അറിയാത്തത് കൊണ്ട് നമ്മൾ അതും വിട്ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലീസ്റ്റ് പോറസ്. ഇത് പിന്നെ ലോജിക് ആണ്, ജനറൽ ലോജിക് ആണ്. ഞാൻ പറഞ്ഞ ജനറൽ ലീസ്റ്റ് ലോജിക് അല്ലെങ്കിൽ കോമൺ സെൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് വിട്ടുപോകരുത്. ആലോചിക്കുക, ക്ലേയുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിപ്പോ. ക്ലേ പരത്തി വെച്ചു, വെള്ളം ഒഴിച്ചു, ഇറങ്ങിപ്പോവില്ല. സോ ഇത് ലോജിക് ആണ്. ബാക്കി ഉപ്പ് രസമുള്ള സോയിലായാലും സാൻഡി സോയിലായാലും സിൽട്ട് എന്ന് പറഞ്ഞാൽ കല്ലും മണലും കൂടെ ചേർന്നാണ്, അതായാലും പോവില്ല, വെള്ളം കടന്നു പോവും. സോ ലീസ്റ്റ് പോറസ് ക്ലേ ആണ്. അടുത്തത് ഓൾഡ് അലൂവിയം എന്ന് പറയുന്നത് ബംഗാർ ആണ്. നമ്മളത് എഴുതിയില്ല, നമുക്കറിയില്ല. റെഡ് ന്യൂ അലൂവിയം, ബംഗാർ ഓൾഡ് അലൂവിയം, റെഗർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സോയിൽ അല്ലേ? ബ്ലാക്ക് സോയിൽ. റെഡ് സോയിൽ മറ്റൊരു പേരെന്താ? യെല്ലോ സോയിൽ എന്ന് വിളിക്കാറുണ്ട്. സോ 10 ക്വസ്റ്റ്യൻ. ഇനി ആലോചിക്കുക, എത്ര ക്വസ്റ്റ്യൻ ഈസി ഉണ്ടായി, എത്ര ക്വസ്റ്റ്യൻ മോഡറേറ്റ് ഉണ്ടായി, എത്ര ക്വസ്റ്റ്യൻ ടഫ് ഉണ്ടായി. നിങ്ങളൊരു പേപ്പർ എടുക്കുക. ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഒരു 4 ക്വസ്റ്റ്യൻ ഈസി ഉണ്ടായി, മോഡറേറ്റ് ക്വസ്റ്റ്യൻ 4 ഉണ്ടായി, ടഫ് ക്വസ്റ്റ്യൻ 2 ഉണ്ടായി. ആ ഈസി ക്വസ്റ്റ്യനിൽ എൻ്റെ 1 തെറ്റിപ്പോയി, ഈ മോഡറേറ്റ് ക്വസ്റ്റ്യനിൽ എൻ്റെ 4 തെറ്റിപ്പോയി, ടഫിൽ 2 തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. സോ ഈ മോഡറേറ്റ് ഏരിയയിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ആ ഒരു ഈസി ക്വസ്റ്റ്യൻ തെറ്റിപ്പോകാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഈസിയിൽ എല്ലാം ശരിയാക്കണം, മോഡറേറ്റിൽ എല്ലാം ശരിയാക്കണം. ടഫിൽ തെറ്റിപ്പോയാലും 1-2 തെറ്റിപ്പോയാലും കുഴപ്പമില്ല. ഒരു എക്സാം ഇടുമ്പോൾ, ഒരു 100 മാർക്കിന്റെ ടെസ്റ്റ് ഇടുമ്പോൾ ഒരു ചോദ്യകർത്താവ് എന്തായാലും 30 ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതും 30 മുതൽ 40 ക്വസ്റ്റ്യൻ വരെ എളുപ്പമുള്ളതും 30 മുതൽ 40 ക്വസ്റ്റ്യൻ വരെ എന്തായിരിക്കും? മോഡറേറ്റ് ആയിരിക്കും ഇടുക. ഓക്കെ, ഇനി ടഫ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടാവും. ഈ 20 ക്വസ്റ്റ്യനിൽ കുടുങ്ങി പോകരുത്. എല്ലാ പരീക്ഷ അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഒരു 30 മുതൽ 40 വരെ ഈസി ക്വസ്റ്റ്യൻ, 30 മുതൽ 40 വരെ മോഡറേറ്റ് ക്വസ്റ്റ്യൻ, ഒരു 20 ടഫ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് പൊതുവേ ടെസ്റ്റ് ചോദ്യകർത്താക്കൾ ടെസ്റ്റ് ഇടാൻ പോകുന്നത്. സോ നിങ്ങളുടെ ചോദ്യങ്ങളും അങ്ങനെയായിരിക്കും വരിക. നിങ്ങൾ അനലൈസ് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക. എന്റെ ഈസി ക്വസ്റ്റ്യൻ ആണ് തെറ്റിപ്പോയത്, എന്റെ ടഫ് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഒന്നും കൂടെ റിവൈസ് ചെയ്താൽ മതി. പക്ഷെ ഈസി ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്ന തെറ്റിപ്പോകരുത്. അതായത് 6 ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഈസി മോഡറേറ്റ് ഉണ്ടെങ്കിൽ ഈ 6 6ൽ 10 6 കിട്ടണമെങ്കിൽ, കട്ട് ഓഫ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈസി ശരിയാക്കിയേ പറ്റൂ. മോഡറേറ്റ് മാക്സിമം ശരിയാക്കുക, ഈസിയിൽ 1 പോലും തെറ്റിക്കാതിരിക്കുക. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, സോ ഇങ്ങനെ ഈസി ഏതാണ് മോഡറേറ്റ് ഏതാണെന്നൊക്കെ എല്ലാം നോക്കി വെക്കുക. ഓക്കെ, ഈ 1ാമത്തെ ഈസിയാണ്, 5ാമത്തെ ഈസി ആയിരുന്നു, 8ാമത്തെ ഈസി ആയിരുന്നു, 10ാമത്തെ ഈസിയാണ്. ഞാനത് ശരിയാക്കിയിട്ടുണ്ടോ? ഇതുപോലെ ടേബിൾ വെച്ച് അനലൈസ് ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുള്ളൂ. സോ അനാലിസിസ് ആണ് ഇതിന്റെ മെയിൻ ഘടകം. അനലൈസ് ചെയ്യുക, അത് വച്ചിട്ട് റിവൈസ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള സെഷൻസ് നമുക്ക് ക്വിസിലൂടെ റിവൈസ് ചെയ്ത് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി. ഇപ്പൊ സോയിൽ മൊത്തം കാണാതെ പഠിച്ചില്ലേ? വേറെ എവിടെയെങ്കിലും ചോദ്യം ചോദിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. ഇതുപോലെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനിയും ഓരോരോ ടോപ്പിക്കായിട്ട് നമുക്ക് വരാം. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലത്തെ ടോപ്പിക്കുമായിട്ട് നമുക്ക് ടോപ്പിക് കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയും വീഡിയോസ് പ്രൊവൈഡ് ചെയ്യാം. സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.